ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെടി വാങ്ങിച്ചത് എവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ചെടി വാങ്ങിച്ചത് പനച്ചമൂട് മഠം ആശുപത്രിയുടെ അടുത്തു നിന്നാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ആൽബിൻ റബ്ബർ നഴ്സറി ആൻഡ് ഗാർഡൻ എന്ന് പറയുന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെ മഠം ആശുപത്രിയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ കട വരുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് റോസാ ചെടിയെ കാണാവുന്നതാണ്. അപ്പോൾ റോസാ ചെടി കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറേ ഐറ്റംസ് റോസാ ചെടി ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ ചെടികളിലും ബോർഡ് വെച്ചിട്ടുണ്ട്. MRP റേറ്റ്, അതുപോലെ തന്നെ ആ ചെടിയുടെ പേര്, ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം വളരെ വിശദമായിട്ടെല്ലാം എഴുതിയിട്ടുണ്ട്. റോസ്മേരി, അസ്പ്രസ്, അരാലിയ, അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. ചെടി ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെടിച്ചട്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെടി മേടിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക്, ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് കൊടുത്തിരിക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഇവിടെ ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ ചെടി മാത്രമല്ല ഉള്ളത്, പിന്നെ റബ്ബർ, പ്ലാവ്, മാവ്, റംബുട്ടാൻ, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ചെടികൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ റബ്ബർ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് റബ്ബർ ഉണ്ടായിരുന്നു. റോസ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ്, അതിൻ്റെയൊക്കെ ഒരുപാട് ഐറ്റംസ്, വെറൈറ്റി ചെടികളൊക്കെ ഇവിടെ ധാരാളം കാണുവാനായിട്ട് കഴിയുന്നതാണ്. ഓരോ ചെടിയിലും അതിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പേരെഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പേര് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ബോർഡ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പേരെന്താണെന്നൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ചെടിയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരാൾക്ക് കാണുമ്പോൾ തന്നെ ചെടിയുടെ പേരൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. അല്ലാത്തവർക്ക് ഇപ്പോൾ ചെടിയെക്കുറിച്ച് കൂടുതൽ അറിയില്ല, അപ്പോൾ അതിൻ്റെ പേരൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ അതിൽ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മുഴുവൻ ചെടിയും നമ്മൾ നടന്ന് കണ്ടു കേട്ടോ. ഇവിടുത്തെ മുഴുവൻ ചെടിയും നടന്ന് കണ്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തതിന് ശേഷമാണ് നമ്മൾ ചെടിച്ചട്ടിക്ക്, അതായത് നമ്മൾ ഉണ്ടാക്കിയ ചെടിച്ചട്ടിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള 2 ചെടിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന്. കടയുടെ ഗേറ്റ് കടന്ന് നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ കാണുന്നത് ചെടികളാണ് കേട്ടോ. ചെടികളാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഏറ്റവും ബേക്കിലാണ് റബ്ബർ, റംബുട്ടാൻ, പ്ലാവ്, മാവ്, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വരുന്ന ഏറ്റവും ബേക്കിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ മിക്ക ചെടികളും ചെടിച്ചട്ടിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ആ ചെടി വാങ്ങുമ്പോൾ ആ ചെടിച്ചട്ടിയോടെയാണ് അവർ തരുന്നത്. ചെടികളെല്ലാം കൂടെ ഒരുമിച്ച് കാണാൻ വളരെയധികം ഭംഗിയായിരുന്നു. ചെടികളെല്ലാം ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു മൊത്തത്തിൽ, ഇങ്ങനെ ഒരു സൈഡ് ഫുള്ള്. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ അത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ചെടി നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ചെടിയുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ മൊത്തം നോക്കി നടന്ന് കണ്ട് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പം നോക്കി നടന്ന് നമ്മളെ വീട്ടിലേക്ക് അനുയോജ്യമായ ചെടി നമുക്ക് സെലക്ട് ചെയ്യാം. വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ചെടി ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ചെടി മാത്രമല്ല, ചെടിച്ചട്ടി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കടയുടെ പേരെന്ന് പറഞ്ഞാൽ ആൽബിനാണ് കേട്ടോ. ആൽബിൻ. ഇതിൽ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നെയ്യാറ്റിൻകര പനച്ചമൂട് മഠം ആശുപത്രിയുടെ തൊട്ടടുത്താണ് കേട്ടോ. മഠം ആശുപത്രി കഴിഞ്ഞ് തൊട്ടടുത്താണ് കറക്റ്റായിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ കണ്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഇപ്പോഴാണ് എത്തിയത്. അതിൻ്റെ പുറകിലത്തെ സൈഡാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡാണ് ഈ റബ്ബർ, പ്ലാവ്, മാവ്, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വരുന്നത്. റംബൂട്ടാൻ, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം അതിൻ്റെ ബാക്കിലാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് നമ്മളതിൻ്റെ ബാക്ക് സൈഡ് എത്തിയത്. നമുക്ക് കാണാൻ കഴിയും. ഇതിൽ പ്ലാവ്, മാവ്, തെങ്ങ്, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇതിൻ്റെ ബാക്കിലാണ് കേട്ടോ വരുന്നത്. തെങ്ങിൻ തൈ നോക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി തെങ്ങിൻ തൈ ഉണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി ഐറ്റംസ് തെങ്ങിൻ തൈയൊക്കെ ഉണ്ടായിരുന്നു. ബാക്ക് സൈഡൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഫ്രണ്ടിലാണ് വന്നത് കേട്ടോ. നമുക്ക് ചെടി വാങ്ങണമെങ്കിൽ നമ്മൾ മൊത്തം ഇവിടെ നിന്ന് 4 ചെടിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പിച്ചിയും ഒരു റോസയും, പിന്നെ അല്ലാതെ നമ്മൾ 2 ചെടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ചെടിച്ചട്ടിയിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ചെടിച്ചട്ടിയിലേക്ക് വെച്ച 2 ചെടിയുടെ പേര് നമ്മൾ പറയുന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതായിരിക്കും 2 ചെടി. അപ്പോൾ ആ ചെടിയുടെ പേര് അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അതിൻ്റെ പേരെന്താണെന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അങ്ങനത്തെ ഇരിക്കുന്ന 2 ചെടിയാണ് നമ്മൾ ചെടിച്ചട്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരറിയാമെന്നുള്ളൊരു കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക.